ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ വീഡിയോ വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയിൽ കണ്ട ഒരു കാഴ്ച കേട്ടോ. കുറേ കാലം നമ്മൾ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഒന്നൊരു വീഡിയോ ഈ കാഴ്ച കണ്ടപ്പോൾ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി. വീഡിയോക്ക് വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മഴ ഇങ്ങനെ പൊടിയുണ്ട്, അപ്പം മഴൻ്റെ ഇതിലൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. മൊബൈലിൽ വലിയൊരു ഇതില്ല, ക്ലാരിറ്റി വീഡിയോ ഒക്കെ ഉണ്ടാവില്ല. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഒരു യാത്ര ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ പോണ റൂട്ടിൽ കൂടി യാത്ര ചെയ്യുമ്പോഴുള്ള ആ റൂട്ടുള്ള കാഴ്ച കേട്ടോ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തി. അപ്പോൾ നമ്മൾ കെട്ടാങ്കലിന് താഴോട്ടായിട്ട് പോയിട്ട് ചൂലൂർ എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, അവിടെ കഴിഞ്ഞിട്ട് വെള്ളന്നൂർ എത്തണേൻ്റെ തൊട്ടുമ്പായിട്ട് ഒരു ഏകദേശം മാവൂരിനോടൊക്കെ അടുത്തൊരു സ്ഥലം കേട്ടോ. ഒരു സങ്കേതം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ആ സങ്കേതത്തിൻ്റെ അവിടെ വെള്ളം കയറിയ ഒരു കാഴ്ച കേട്ടത്. ഒരുപാട് ആളുകൾ ഈ കാഴ്ച കാണാൻ വേണ്ടി എത്തിയിട്ട്, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകളൊക്കെ പറഞ്ഞ് വണ്ടി ഇതിലെ മുമ്പോട്ട് പോകില്ല, വണ്ടി തിരിച്ച് വേറെ ഏതെങ്കിലും പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി സൈഡാക്കി. ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നല്ലേ, അപ്പോൾ നമുക്ക് കാണണമെന്ന് വിചാരിച്ചിട്ട് വണ്ടി സൈഡാക്കി ഞങ്ങളും ഇറങ്ങി ആ വെള്ളത്തിൽ കൂടെ ഒക്കെ നടക്കുക കേട്ടോ. എന്താ വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് ആളുകൾ, ഈ വന്ന ആളുകളൊക്കെ അല്ലേ, ഈ കാണുന്ന ആളുകളൊക്കെ തന്നെ യാത്രക്കാരല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ കാണാൻ വന്ന ആളുകളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സ്ഥലത്തേക്ക് കാണാൻ വന്നിട്ടുണ്ട്. ഇന്നലെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ആരൊക്കെ പറഞ്ഞ് റീലൊക്കെ കുറേ ഇറങ്ങിയിട്ടുണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച്. ഇങ്ങനെ വെള്ളം കയറി നല്ല രസമുള്ള കാഴ്ച കേട്ടോ. ഇത്ര ആളുകളാ കാണാൻ വന്നത്. സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ എടുക്കാൻ മാറുന്നത്, ഈ വണ്ടിയൊക്കെ ഒന്നായിട്ട് ബ്ലോക്കായിട്ട് വണ്ടിയൊക്കെ ഇതിൽ പെട്ടുപോയിക്കാണ്. കുറച്ച് ടൈമാണ് പോകാൻ. ഈ കാണുന്ന സ്ഥലത്ത് ബ്ലോക്ക് ഇല്ലെങ്കിൽ കുറച്ച് തിലക്കൽ ഭാഗങ്ങളൊക്കെ നല്ല ബ്ലോക്കാട്ടോ. ആളുകളെ നോക്കി എത്ര ആളുകളാ കാണാൻ വരണമെന്നറിയാം. എനിക്കൊരു ഭാഗത്തുള്ള എടുക്കാൻ കഴിയും, അപ്പുറമുള്ള സൂം ചെയ്ത് എനിക്ക് എടുക്കാൻ കഴിയില്ല കേട്ടോ. മൊബൈലിൽ ചെറിയൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ട്. പിന്നെ ചെറിയ കുട്ടികളും അല്ലാത്തവരുമായിട്ട് ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടോ. ഒന്നാമത് ഈ രണ്ട് സൈഡും വയലാണ്. ഈ രണ്ട് സൈഡും വയലാകുമ്പോൾ നടുവ് കൂടിയാണ് റോഡ് പോണത്. അപ്പം തന്നെ നല്ലൊരു ഇത്ര ലോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിലൊക്കെ നല്ല കളിയില്ല. ഓളൊക്കെ വണ്ടിമേൽ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി നിൽക്കുകയും. ഓൾക്ക് ഒരു സ്വഭാവമുണ്ട്, തണുപ്പാണെങ്കിലും ചെറിയ പൊടിമഴ ആണെങ്കിലും ഒക്കെ ഓളെന്ത് ചെയ്യും, ഇങ്ങനെ വണ്ടിമേൽ ഉറങ്ങും. കാരണം അതിനത്ര ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ലോങ് യാത്ര ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഓള് ഇറങ്ങി വെള്ളത്തിൽ കൂടിയൊക്കെ ഇങ്ങനെ എടുക്കുക. നമ്മൾ കുറച്ച് മുമ്പോട്ടോട്ട് പോയി വെക്കുക എന്താ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ രണ്ട് സൈഡും വയലായതുകൊണ്ട് റോഡ് എൻ്റെ കറക്റ്റ് നമുക്ക് പോയിൻ്റ് അറിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ആരെങ്കിലും ഈ റൂട്ടിലൊക്കെ വരണമുണ്ടെങ്കിൽ കുട്ടികളൊക്കെ നല്ലോണം കഴിയുമ്പോൾ പിടിക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നല്ല ശ്രദ്ധ വേണം കേട്ടോ. അപ്പുറം കണ്ടില്ലേ, അത് പിന്നെ വയലിൽ കുട്ടികൾ കുറച്ച് നീന്തൊക്കെ അറിയുന്ന ആൾക്കാർ അങ്ങനെ കളിക്കണേ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ റോഡുമ്മ കൂടി ആട്ടിട്ട്. പിന്നെ ഇടയ്ക്കടി ഇതിലിങ്ങനെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി ഇതിൽ പോകില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ടാക്കിയാണ്. ആക്റ്റീവൊന്നും പോകില്ല. ബൈക്കൊക്കെ പോകാൻ ഭയങ്കര റിസ്ക്കാണ്. കാറൊക്കെ അങ്ങനെ ഇടയ്ക്കടി പോകുന്നുണ്ട് കേട്ടോ. നല്ല ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ സ്ഥിരം ഇതിലാട്ടോ പോവുക. ഈ വൈകുന്നേര സമയങ്ങളിൽ ഈ സീസൺ അല്ലെങ്കിൽ പോലും വൈകുന്നേരത്തെ സമയമൊക്കെ രണ്ട് സൈഡിൽ ആളുകൾ ഇങ്ങനെ നിറച്ച് വന്ന് രണ്ട് സൈഡും ഇങ്ങനെ ഇരിക്കും കാറ്റ് കൊള്ളാനൊക്കെ കഥയൊക്കെ പറഞ്ഞിട്ട്. ആദ്യമൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഞങ്ങൾ 2-3 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒന്ന് കുറഞ്ഞ എന്തോ കപ്പിൾസൊക്കെ വന്നിട്ട് ഇങ്ങനെ വൈകുന്നേരം അങ്ങനെ ഇരിക്കൽ. ഇപ്പോൾ ഒരുപാട് യൂട്യൂബർമാർ ഒരു റീൽസും അതേപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് വേണ്ടിയിട്ട് കാഴ്ചക്ക് ഒരുപാട് ആളുകൾ ഇതിലാണ്. ആ ഒരു ഇലക്ട്രിക് വണ്ടി ഉണ്ടല്ലേ, അത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കുന്നു. അതിൽ എനിക്കൊന്ന് വെള്ളം കയറില്ല എന്നുണ്ട്. കുറേ നേരമായി ബാക്കി വണ്ടി പോയില്ലെങ്കിലും ആ വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല കേട്ടോ. സീസൺ ആണെങ്കിലും അൺസീസൺ ആണെങ്കിലൊക്കെ ആൾക്കാർ. അതേപോലെ തന്നെ ഇപ്പോൾ സൈഡിലൊക്കെ ചെറിയ കച്ചവടങ്ങൾ തുടങ്ങി കേട്ടോ. കുട്ടിപ്പീടികളൊക്കെ ആയിട്ട് ഓരോ ചെറിയ കച്ചവടങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ചായ അതേപോലെ തന്നെ ഉപ്പിലിട്ടതൊക്കെ.
ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആളുകൾ, കുറഞ്ഞ ആൾക്കാരെ ഇവിടെ കാണും കേട്ടോ. കാരണം ആ തിരക്കൽക്കൊന്നും ഞങ്ങൾക്ക് പോകാൻ കഴിയൂല, അതിനത്ര ആൾക്കാരുണ്ട്. ഈ ഭാഗത്തു നിന്ന് വരുമ്പോൾ തന്നെ ആ ഭാഗത്തു നിന്നും ആ സൈഡിൽ നിന്ന് സെൻറ്ററിൽ ചിലപ്പോൾ കാലിയായിരിക്കും. ഞങ്ങൾ കുറച്ചേ ഇങ്ങോട്ട് നടന്നില്ല കേട്ടോ, ഓരോ നടന്നില്ല. പിന്നെ ഓരോ വണ്ടിയൊക്കെ പോകണം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടിയൊക്കെ പോകണം, വണ്ടി ഇവിടുന്നൊക്കെ അത്യാവശ്യം ഇല്ല കുറച്ചും കൂടി അങ്ങോട്ട് പോയി കാണാൻ ടാസ്ക് ഏരിയ കേട്ടോ, കുറച്ചുകൂടെ അങ്ങോട്ട്. പക്ഷെ വീഡിയോയിൽ അത് കിട്ടില്ല അല്ലേ. അവിടെ നിന്നൊക്കെ വണ്ടി വരണമെങ്കിൽ കാണാം ചെറുങ്ങനതായിട്ട്. എന്താ പറയുക, ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഈ വഴിക്ക് ഇങ്ങനെ വെള്ളം ഉണ്ടാവുമോയെന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വെള്ളം അത്രയും വലിയ മഴ തോന്നിയിട്ടില്ല. അതുകൊണ്ട് നല്ലോണം പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വൈകുന്നേരം ദിലുവിൻ്റെ സ്കൂളൊക്കെ വിട്ടിട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ പണിയിട്ടേനി ഞങ്ങൾക്ക് തിരിച്ചിട്ട് മാവൂര് റൂട്ടിൽ അതിലിങ്ങനെ കറങ്ങി പോകണം, ഒരുപാട് പോകണ്ട അതിലങ്ങനെ പോവുകയാണെങ്കിൽ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതോ റോഡ് അന്വേഷിച്ചിട്ട് ആ വഴിക്ക് പോകേണ്ടി വരും. വേറെ സ്ഥലമുണ്ട്, വഴിക്ക് പോയിട്ട് കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ അവിടെയും പണി കിട്ടും. ഈ വണ്ടിയൊക്കെ പോകാൻ നല്ല റിസ്ക് ആട്ടോ. അതുപോലെ ബൈക്കിൽ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട് പോലാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കുറച്ച് റിസ്ക് ആണ്. പിന്നെ നമ്മളെ റിസ്ക്കിലാണ് ഇപ്പോൾ ഇല്ല. കുട്ടികളൊക്കെ വണ്ടിയിൽ ഇത് കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി വരുന്ന കേട്ടോ. അതൊക്കെ ഇവരിങ്ങനെ ആട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിക്കുക. എന്താ പറയുക, അങ്ങനത്തെ ഇവിടെ ഒന്നാമത് യൂട്യൂബർമാരാട്ടോ ഈ സ്ഥലം. ഒരു മിനി ടൂറിസ്റ്റ് ഏരിയ എന്നൊക്കെ പറയാം. യൂട്യൂബർമാരാണ് ഇവിടെ ഫേമസ് ആക്കി എടുത്ത്. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് എന്താ പറയുക, ഈ വെള്ളമായിട്ട് വലിഞ്ഞു കാണലും നല്ല ഒരു തോടുണ്ട് കേട്ടോ ഇവിടെ, അടിപൊളിയാണ്. എത്ര ആളുകളാണ് വന്നിട്ട് കുളിക്കുക. ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ കാണാം, ഓരോ സീസണും ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാം. ഈ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർക്ക് വന്ന് വരുന്നതൊക്കെ ഞങ്ങളിങ്ങനെ കാണലുണ്ട്. ഈ അടുത്തായിട്ട് നല്ലോണം ആൾക്കാർ ഈ ഏരിയക്ക് വന്നുകൊണ്ടൊക്കെയുണ്ട്. ഏതായാലും കുളിക്കലോ കണ്ടില്ലേ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വണ്ടി കൊണ്ടുവരുമ്പോൾ നല്ല ബ്ലോക്കുള്ള ഒരു സ്ഥലം കൂടിയായിട്ട് മാറിട്ടോ. കാരണം റോഡിന് വീതി കുറവായത് കൊണ്ട് നല്ല ബ്ലോക്കാണ്. വണ്ടിയൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ, അതിൽ മിനി ബസ് കിടക്ക ഇവിടേക്ക് കാണാൻ വേണ്ടി വന്ന ആളുകളാട്ടോ. ഞാൻ നോക്കുമ്പോൾ ഒന്ന് തെച്ചാടുന്നു, നമ്മുടെ നാട്ടിൽ നിന്നും ആളുകളുണ്ട്. ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ.